പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ജിനോജ്. എലിസബത്ത്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് എത്ര ആളായി യുകെയിൽ? യുകെയിൽ വന്നിട്ട് 18 വർഷം. നേഴ്സായിട്ട് ജോലി ചെയ്യുന്നല്ലേ? ഏതാ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. വെരി ഗുഡ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ആദ്യം തന്നെ തിയേറ്റർ തന്നെയായിരുന്നു? എന്തായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ഫുഡ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു, നല്ലതായിട്ട് പോകുന്നു. പിന്നെ എങ്ങനെയുണ്ട് പിള്ളേരും ഫാമിലിയൊക്കെ എങ്ങനെ? നല്ലതായിട്ട് പോകുന്നു, അവർ ഹാപ്പിയാണ്. എത്ര പേരുണ്ട് പിള്ളേർ? 2 പേര്, 2 ആൺമക്കൾ. അവരിപ്പോ എന്താ ചെയ്യുന്നത്? അവര് മൂത്തവൻ ഇയർ 12 പഠിക്കുന്നു, A-level ഫസ്റ്റ് ഇയർ. രണ്ടാമത്തവൻ ഇയർ 10 പഠിക്കുന്നു. പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് അവര്? കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പൊ ഇവിടെ വരുമ്പോ എല്ലാവർക്കും ഉള്ളൊരു പ്രധാന സംശയം ഇപ്പൊ പിള്ളേരുടെ എഡ്യൂക്കേഷനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരു സംശയമുള്ളത്. ഇപ്പൊ അവരിവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ടായിട്ട് നമ്മൾ ട്യൂഷനോ അങ്ങനെ എല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ട്? അവർക്ക് ചില സബ്ജക്റ്റിനെ കുറച്ച് പുറകിലാണെങ്കിൽ അവർക്ക് ട്യൂഷൻ കൊടുക്കുന്നത് തന്നെ നല്ലത്. എല്ലാ സബ്ജക്റ്റിനും അവർ ചിലപ്പോൾ നല്ലതായിട്ട് പെർഫോം ചെയ്തില്ലായിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ട്യൂഷൻ സപ്പോർട്ട്, നമ്മൾ എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ ട്യൂഷൻ പോകുന്നുണ്ടോ പിള്ളേർ? ഇപ്പം ട്യൂഷന് പോകുന്നുണ്ട്. ഇവിടെ വിൻഡോസ് അക്കാഡമിയിലാണ് അവർ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട് അവർക്ക് ട്യൂഷനൊക്കെ? നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ബിൻഡോ വളരെ ഇൻറ്ററാക്റ്റീവ് ആണ് അവർ പറഞ്ഞത്. നല്ലതായിട്ട് അവർ ഹാപ്പി ആയിട്ട് പോകുന്നു. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. മൂത്തവന് ഇപ്പോൾ GCSE കഴിഞ്ഞ് A-level ഫസ്റ്റ് ഇയർ ചെയ്യുന്നു. നല്ല റിസൾട്ടായിരുന്നു. എല്ലാത്തിനും തന്നെ ഈ 9 കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്യൂഷൻ തീർച്ചയായിട്ടും അവന് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തു. ആദ്യം അവന് സയൻസിനോട് താല്പര്യം ഇച്ചിരി കുറവുണ്ടായിരുന്നു. പിന്നീട് അടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് നല്ലതായിട്ട് അവൻ കുറച്ചുകൂടെ അതിനകത്തോട് താല്പര്യം എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കുട്ടികൾ പിന്നോക്കം പോവുകയാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി അവരുടെ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് ട്യൂഷൻ വിടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ ഇവർ 2 പേരുടെ കുട്ടികളുടെ കാര്യത്തിൽ ആ ഒരു 2 പേരുടെ കാര്യത്തിൽ അവർ സയൻസിന് ട്യൂഷന് പിന്നെ അടുത്ത് പോകുന്നുണ്ട്. അവർക്ക് അതിൻ്റെതായ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ പഠിത്തമൊക്കെ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ടോ? ഞങ്ങൾ അങ്ങനെ വലിയതായിട്ട് ഹെൽപ്പ് ചെയ്യാറില്ല. കാരണം വൺസ് അവർ ഒരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പഠിപ്പിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ പഠിച്ച രീതിയോ നമ്മളെ പഠിപ്പിച്ച രീതിയോ ഒന്നും അല്ല ഇവർ ഫോളോ ചെയ്യുന്നത്. നമ്മൾ അധികം ഹെൽപ്പ് ചെയ്യാറില്ല. ഇവർ തന്നെത്താനെയുള്ള പഠിത്തമാണ്. സയൻസ് ഭയങ്കര പിന്നോക്കമായിരുന്നു. അതുപോലെ നമ്മൾ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് ട്യൂഷന് പോവുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ആണുള്ളത്. ഇപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് അവർ വരുന്നത്? അവര് ആദ്യം വരുമായിരുന്നു, പിന്നെ വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അത് ഓൺലൈൻ ആക്കി. ഇപ്പൊ 2 പേരും ഓൺലൈൻ ആയിരുന്നു. ഇപ്പൊ ഒരാളുടെ കഴിഞ്ഞു, അടുത്തയാളും ഓൺലൈനിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മളിവിടെ വരുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പ്രധാനമായിട്ടും? ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ നമുക്കുള്ള സിസ്റ്റം അല്ലല്ലോ നമ്മളിവിടെ വരുമ്പോഴേക്കും. അതെ, നാട്ടിലെ സിസ്റ്റം ഡിഫറൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ആദ്യം തൊട്ടേ അവർ ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് തന്നെ നല്ലതാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് പ്രൈമറിയിലൊക്കെ. സെക്കൻഡറി സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് അത്ര ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ ഒരു സിസ്റ്റം കൊണ്ടുവരണം. പിള്ളേർക്കൊരു റുട്ടീൻ കൊടുക്കണം. അവർക്ക് പഠിക്കാനുള്ള ഒരു ടൈം വെക്കണം. നമ്മൾ ഫോണിൽ കളിക്കാനും മറ്റും TV കാണാനും പിള്ളേർ സമയം എടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാനുള്ള ടൈമും കൊടുക്കണം. അവർക്കൊരു സിസ്റ്റമാറ്റിക് ലേണിംഗ് ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. അങ്ങനെയാണ് ഞങ്ങളുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കാനൊന്നുമില്ല, പഠിക്കുന്നില്ല, ബുക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ ചെറിയ ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഹൈസ്കൂളായി കഴിയുമ്പോഴൊക്കെ ഇഷ്ടംപോലെ പഠിക്കാനും ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളിതിവിടെ കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പലതും അവർ ബൈ ഹാർട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുന്ന രീതിയാണല്ലോ ഉള്ളത്. ഇപ്പോൾ ഇവരാണെങ്കിൽ കൂടുതൽ റിസർച്ച് ചെയ്യാനും കണ്ടെത്താനുള്ള ആ രീതിയിലായിട്ട്. അപ്പോൾ ഒരു വലിയൊരു ഡിഫറൻസ് ആയിട്ടാണ് തോന്നുന്നത്. വലിയ ഡിഫറൻസ് ആണ്. പക്ഷേ ഇവിടെ ജീവിച്ചു വരുന്ന പിള്ളേർക്ക്, അതായത് ഇവര് ഇപ്പം ഇവിടെ ജനിച്ചു വളർന്ന് ചെറിയ ക്ലാസ് തൊട്ട് ഇവിടെ പഠിച്ച പിള്ളേരായതുകൊണ്ട് അവർക്കതൊരു വിഷയമായിട്ട് തോന്നത്തില്ല. ഒരുപക്ഷെ പുതുതായിട്ട് വരുന്നവർക്ക് ഇവിടെ ഇപ്പം വന്ന് പുതുതായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന പിള്ളേർക്കാണ് ഒരുപക്ഷെ ഇച്ചിരി വ്യത്യാസം, ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ചെറിയ ക്ലാസ് തൊട്ടേ അങ്ങനെ പഠിച്ചു വരുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. അവർ അത് യൂസ്ഡ് ആണ് അങ്ങനെ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നാനും സാധ്യതയുണ്ട്. കാരണം നാട്ടിലെ പോലെ അല്ലല്ലോ, വളരെ ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണോ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മുടെ സ്കൂളുകൾ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി അവരുടെ പ്ലാൻ എന്തൊക്കെയാണ് ഇത് കഴിഞ്ഞാൽ? അവരുടെ പ്ലാൻ, മൂത്തവൻ്റെ പ്ലാൻ അവന് അക്കൗണ്ടിങ് ചെയ്യണമെന്ന് പറയുന്നു. ചിലപ്പോൾ പോകാതിരിക്കും. അവൻ്റെ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് അവൻ്റെ ഒരു ഓപ്ഷനായിട്ട് അവൻ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിനായിരിക്കും മിക്കവാറും പോകുന്നത്. UK സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ട്യൂഷൻ വലിയ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അവർക്ക് നൽകും. ഓസ്റ്റിനും അക്ഷയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എത്ര നാളായി ഇവിടെ ട്യൂഷൻ വരാൻ തുടങ്ങിയത്? ഞാൻ year 7 മുതൽ 11. അക്ഷയ? For me, since year 8.
എങ്ങനെയുണ്ട് നിങ്ങളുടെ ട്യൂഷനൊക്കെ സപ്പോർട്ടാണോ? ഹൗ യു ഫീൽ ലൈക്ക് ദ ട്യൂഷൻ? It's very helpful because they give us tests on like the information that they give us, and it's like condensed. അക്ഷയനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ട്? It's been very good. Bintu Uncle gives very good analogies that no other tuition centre. Well, in year 8, I couldn't understand most topics in science and maths especially. But now, in year 11, I understand it easily. നിങ്ങൾ ഇവിടെ തന്നെയാണോ ജനിച്ച് വളർന്നത്? ഇവിടെ തന്നെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്? അപ്പോൾ കേരളത്തിൽ പോയിട്ടുണ്ട് അതിനുണ്ട്? രണ്ടുപേരും എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് കേരളത്തിൽ? നമ്മുടെ കൂടുതൽ മലയാളികൾ കാണുന്ന ഒരു ചാനൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടുത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ? കേരളത്തിൽ പോയപ്പോൾ നിങ്ങളുടെ അനുഭവം ഇവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതോ കേരളത്തിൽ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു? I think the school system Yeah. here is better. It's better here. It's not live, but they don't know, right? നാട്ടിൽ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അല്ലേ? But you go. How often you go? കേട്ടിട്ടുണ്ട്. നാട്ടിൽ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട് ഒരു കാലത്ത്. ഇവിടെ അത്ര കോമ്പറ്റീഷൻ ഇല്ല. സോ അത് കൂടുതൽ ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യു കെയിൽ ജനിച്ചു വളർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്. ഇപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് മലയാളം നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നീട് മലയാളം സംസാരിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് വരും. ഇപ്പോൾ അക്ഷയനെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒട്ടും സംസാരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ ജനിച്ച് വളർന്നപ്പോൾ വീട്ടിലും ഇംഗ്ലീഷാണ് സംസാരിച്ചത്. അപ്പോൾ വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് യു ഓൾവേസ് സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ യുവർ ഹൗസ്. ഓക്കെ, പിന്നെ യു അണ്ടർസ്റ്റാൻഡ് മലയാളം? മനസ്സിലാവും, കുറച്ചൊക്കെ സംസാരിക്കും. പക്ഷേ There are siblings again now. 2 siblings ഉണ്ട്. ഓക്കെ. ശരിക്കും എങ്ങനെയാണ് അറോജ് ചേട്ടൻ ഇവിടെ വന്നത്? ഞാനിവിടെ എത്തുന്നത് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ്. എൻ്റെ വൈഫ് 2003 സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലെത്തി. ഞാൻ 2004 എനിക്ക് 2 കുട്ടികൾ. മൂത്ത മോള് ദന്തിസ്ട്രിക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ മോന് 11 പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് യു കെയിൽ വന്നു, ഡിപ്പെൻഡൻ്റ് ആയി യു കെയിൽ വന്ന് പിന്നീട് ബിസിനസ് മേഖലയിലോട്ട് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അറോജ് ചേട്ടനെ സംബന്ധിച്ചോളം എൻ്റെ വൈഫ് സ്റ്റുഡൻറ്റ് വിസയിലെത്തി, ഇപ്പോൾ സ്റ്റെപ്പിങ്ങിൽ വർക്ക് ചെയ്യുന്നു. യു കെയിലെത്തി തീർച്ചയായിട്ടും 100% ഉപയോഗപ്രദമാണ്. ഭാവിക്ക് കുട്ടികൾക്ക് വളരെ പ്രയോജനകരമാണ്. എല്ലാം കൊണ്ടും വളരെ നല്ലത് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ വളരെയധികം നന്ദി ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. ഇപ്പോൾ യു കെയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടി ഇതുപോലുള്ള ട്യൂഷൻ സെൻ്ററുകൾ തീർച്ചയായിട്ടും സഹായകരമായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ചും മലയാളികൾ നടത്തുന്ന ട്യൂഷൻ സെൻ്ററുകൾ വളരെ കുറവാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇവിടെ ബിൻഡോയുടെ ട്യൂഷൻ സെൻ്ററിൽ വന്നപ്പോൾ അവർക്കൊരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ എളുപ്പമായിരുന്നു. അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയല്ലേ കിട്ടുന്നത്? അതെ തീർച്ചയായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാം, എന്ത് കാര്യങ്ങൾക്ക് അവർ ആൻസർ തരും നമുക്ക്. ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഇന്ററാക്ട് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ മറ്റ് ട്യൂഷൻ സെൻ്ററിലൊക്കെ ആകുമ്പോൾ നമുക്ക് പലപ്പോഴും അത്ര ഒരു ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഒരു ഹെൽപ്പ് സപ്പോർട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? വളരെയധികം സന്തോഷം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നതിന് രണ്ടുപേർക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ നമുക്ക് മറ്റൊരു സമയത്ത് വീണ്ടും കാണാം. തീർച്ചയായിട്ടും.